ഹായ് വെൽക്കം ടു ടേ സ്റ്റൈൽസ് ആൻഡ് ട്രാവൽസ് ബൈ തസ്ന ഷംനാഥ്. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കാക്ക് ഒരു കോൾ വന്നൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കുള്ള കൊറിയർ തന്നെയാണ്, വെമ്പായം ഗോകുലത്തിൻ്റെ കൊറിയർ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി കളക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പേരൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഞങ്ങൾക്ക് വന്നതാണെന്നുള്ളത് കൊണ്ട് ഞങ്ങളതെടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇത് ഒരു വലിയ സർപ്രൈസ് ആണെന്നുള്ള കാര്യം ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇക്കാടെ ഒരേ ഒരു പെങ്ങൾ, എൻ്റെ ഒരേ ഒരു നാത്തൂനും മോളും ഹസ്ബൻഡും കൂടെ അങ്ങ് ലണ്ടനിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേബി ബെഡും പിന്നെ ഹോൾഡ് ചെയ്യുന്നതും ബാസ്ക്കറ്റും പിന്നെ ടവൽസും അതിനകത്ത് നിറയെ സാധനങ്ങളാണ് കേട്ടോ ആ ബാസ്ക്കറ്റിനകത്ത്. ഇതിൽ പല സാധനങ്ങളുടെയും പേര് പോലും എനിക്കറിയില്ല. കുഞ്ഞാവ് വരുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പോ അങ്ങനെ ഒന്നും ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ പോലും ഒന്നും നോക്കിയിട്ടില്ല. കാരണം ടൈം കിടക്കുകയല്ലേ, കുഞ്ഞാവ് വരുന്നുണ്ടെന്ന് ആ ഒരു ടൈം വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ കുക്കൂത്താണ് ഇതെല്ലാം കൊടുത്തയച്ചത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും കുക്കൂത്താനാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഒരു 10 days കഴിഞ്ഞപ്പോൾ ഇവർ ലണ്ടനിലേക്ക് പോയി. ഇത് അയച്ചേക്കുന്ന ഐറൂസാണ്. ഐറൂസ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് നോട്ടും കൂടി ഇതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട്. അൺറാപ്പ് ദ സർപ്രൈസ് ആൻഡ് നോ യു ആർ ലവ്ഡ് വെയിറ്റിംഗ് ഫോർ ദ ലിറ്റിൽ പൈ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഐറൂസ്. ഇതായിരുന്നു കേട്ടോ ഐറൂസ് അയച്ച നോട്ട് എന്ന് പറയുന്നത്. ഐറൂസ് കുക്കൂത്താരെ മോളാണ്. കുക്കൂത്താന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആളുടെ ഒറിജിനൽ പേര് നിമ്മി എന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ബേബി ഹോൾഡിങ് ബെഡൊക്കെ എടുത്തപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. കുഞ്ഞാ വരാൻ പോവാണ് എന്ന് കുറച്ചും കൂടെ റിയാലിറ്റിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഞാനും ഇക്കായി മാത്രമായിട്ടുള്ള ഒരു ലോകമായിരുന്നു. അതിലൊരു കുഞ്ഞാവയും കൂടെ വരാണ്. ഇനിയൊരു 3 monthsനകത്ത് കുഞ്ഞാവ് വരും നമ്മുടെ ലൈഫിലോട്ട്. ലൈഫ് ചേഞ്ച് ആവും. അങ്ങനെ ഒത്തിരി സന്തോഷമായിട്ട് ഇങ്ങനെ എന്താ പറയുക, പ്രത്യേകതരം ഒരു ഫീൽ തന്നെയായിരുന്നു ഇതൊക്കെ കൈ കിട്ടിയപ്പോഴത്തേക്കും. പിന്നെ മദർ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കേട്ടോ അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ. ഇതിൽ പല സാധനങ്ങളുടെയും പേര് പോലും എനിക്കറിയില്ല. ബേബിക്കുള്ള ഡ്രസ്സ് തന്നെ പലതരം ഉണ്ടായിരുന്നു. ഇതുവരെയായിട്ട് ഞങ്ങളൊരു കുട്ടി ഉടുപ്പ് പോലും നോക്കിയിട്ടില്ലായിരുന്നു കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൈ കിട്ടിയപ്പോഴത്തേക്കും വേറെ തന്നെ ഒരു ഫീലായിരുന്നു.